ഗണേഷ് കുമാർ, പുതിയൊരു റോഡ് സംസ്കാരം കൊണ്ടുവരാനാണല്ലോ താങ്കൾ ഇപ്പോൾ ശ്രമിക്കുന്നതും മന്ത്രിസഭ ലക്ഷ്യം വയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നപ്പോൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആളുകൾക്ക്. എന്നാൽ ഈ AI ക്യാമറകൾ വേണ്ട ഫലം കണ്ടില്ല എന്ന രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്? ക്യാമറകൾ ഫലം കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ധാരാളം ഫൈനും ചെല്ലാനും അടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ, ഒരു കണക്ക് പറഞ്ഞാൽ, ഇപ്പോൾ ചെല്ലാൻ അടിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് 37 ലക്ഷം ചെല്ലാൻ കുറ്റകൃത്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്തൊരു കേസുണ്ട് ഇതിനെതിരെ. ആ കേസിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് പണം അനുവദിക്കാത്തത് കൊണ്ടും ആ കേസിലൊരു തീരുമാനമാകാത്തത് കൊണ്ടും ഈ ചെല്ലാനുകൾ അയക്കാൻ കഴിയുന്നില്ല. ഈ ചെല്ലാൻ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിന് ഈ ചെല്ലാൻ ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ 360 കോടിയിലധികം രൂപ ഉടൻ പിരിഞ്ഞു കിട്ടും. പക്ഷെ അയക്കാൻ നിവൃത്തിയില്ല. 25 ലക്ഷം ചെല്ലാൻ അയക്കാനാണ് നമുക്ക് അനുവാദം. ആ ചെല്ലാൻ അയച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് 37 ലക്ഷം ചെല്ലാൻ കെട്ടിക്കിടക്കുകയാണ്. അത്ര കൂടുതൽ അപകടങ്ങൾ കേരളത്തിലെ ആൾക്കാർ AI ക്യാമറ പിടിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? പിടിച്ചിട്ടുണ്ട്. അതെ, വലിയൊരു നമ്പറാണ്. കാരണം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് അല്ല, ക്യാമറ എടുത്ത് AI ക്യാമറ വലിയ നമ്പറാണ്. 37 ലക്ഷത്തിലധികം വരുന്നുണ്ട്. അത് ആ ചെല്ലാൻ അടയ്ക്കാൻ അയച്ചു കൊടുത്താൽ തന്നെ കേരളത്തിന് 360 കോടിയിലധികം രൂപ പിരിഞ്ഞു കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അത്രയ്ക്കധികം കുറ്റകൃത്യങ്ങളുണ്ട്. അതിങ്ങനെ എല്ലാ ദിവസവും ചെല്ലാൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഈ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കേസിൻ്റെ പേരിൽ നമുക്ക് ഒരു അയക്കാൻ കഴിയുന്നില്ല. ഞാൻ AGയുമായി ബന്ധപ്പെട്ടു, അഡ്വക്കേറ്റ് ജനറൽ. അദ്ദേഹം പറഞ്ഞു ഇനി അയക്കാം, കോടതി അതിൽ തടസ്സം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വ്യവസായ മന്ത്രിയുമായി ബന്ധപ്പെട്ട് കെൽട്രോണിൽ നിന്നും ഈ ചെല്ലാനുകൾ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യും. കാരണം അത് വലിയൊരു സംഖ്യയാണ്. മാത്രമല്ല, ഞാൻ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നതാണ്. ഈ നമ്മളൊരു കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഈ മരണത്തെക്കുറിച്ച്. കേരളത്തിൽ 2023, 24, 24 തമ്മിൽ താരതമ്യം ചെയ്താൽ ജാനുവരി മാസത്തിൽ, ഇപ്പോൾ എന്തുകൊണ്ടോ ഈ സമയത്ത് നമ്മുടെ മീഡിയയും അതുപോലെ ജനങ്ങളും ഈ നമ്മുടെ റോഡ് സൈഡിലൊക്കെ സ്ഥാപിച്ചുള്ള ക്യാമറകളിലും അപകടങ്ങൾ പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. 2003 ഇതേ മാസം ജനുവരി മാസത്തിൽ 408 മരണങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചത്, വാഹനാപകടം. ഈ വർഷം അത് 354 കുറഞ്ഞിട്ടുണ്ട്. ഇത് ചില മാസങ്ങൾ ഒഴിച്ച് ബാക്കി മാസങ്ങളിലെല്ലാം കുറഞ്ഞിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ 361 എന്നുള്ളത് 339. 23, 24 തമ്മിലുള്ള താരതമ്യമാണ് ഞാൻ പറയുന്നത്. ഫെബ്രുവരിയിൽ 368, 327 കുറഞ്ഞു. പക്ഷേ ഏപ്രിൽ മാസത്തിലായപ്പോൾ 383 എന്ന് 2003 കണ്ട സംഖ്യ വർദ്ധിക്കുകയും 392 വർദ്ധിക്കുകയും ചെയ്തു. കേരളത്തിലെ മരണത്തിൻ്റെ സംഖ്യയാണ് ഞാൻ പറയുന്നത്. ജൂൺ മാസത്തിൽ ഏതാണ്ട് തത്തുല്യമായി 282 മരണമാണ് 2 വർഷം സംഭവിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ വർധനമുണ്ട്. മെയ് മാസത്തിൽ കുറവുണ്ട്. 378 നിന്ന് 321 കുറഞ്ഞിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ 283 നിന്ന് 239 കുറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റിൽ 361 നിന്ന് 251 നല്ല നിലയിൽ കുറഞ്ഞു, 251. സെപ്റ്റംബറിൽ 279 നിന്ന് 344 വർദ്ധിച്ചു സെപ്റ്റംബർ മാസത്തിൽ. അതുപോലെ ഒക്ടോബർ മാസത്തിൽ 307 എന്നുള്ളത് 317 വർദ്ധിച്ചു. നമ്മൾ കണ്ടുവരികയാണ് ഈ അടുത്ത കഴിഞ്ഞ മാസങ്ങളിൽ, താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന അപകടത്തിൻ്റെ വർധനവാണ്. ഇപ്പോൾ നവംബർ മാസത്തിൽ 278 2003. ഇപ്പോൾ 2023 കഴിഞ്ഞ് 24 എത്തുമ്പോൾ ഇപ്പോൾ തന്നെ 276. ഡിസംബറിൽ 2023 392 ആയിരുന്നു. ഇപ്പോഴത്തെ കണക്ക് വന്നിട്ടില്ല. ഇതാണ്.